വാവാനും കാണാനില്ലല്ലോ. അല്ലെങ്കിൽ വാവ അങ്ങനെ ചിരി വെച്ചും കൂടി ഇരിക്കല്ലോ. വാവാനും കാണാനില്ല. എന്താണ് പഠിച്ചാലും ഞാൻ കാണുന്നത്? ഞാൻ ആര്യന്റെ പുലി സ്ഥലത്തൊക്കെ ആരാണ് ഈ പജ്ജിനെ കെട്ടിക്കണത്? പജ്ജല്ലല്ലേ? ആ എരിമേ തോന്നുന്നത്. ഇത് ആരാണ് പഠിച്ചോന്? ആ ഉണ്ണികൃഷ്ണേട്ടൻ്റെ ആണല്ലേ. ഞങ്ങൾക്ക് ഇനി പുല്ല് കിട്ടുമോ ഈ എരുമൊക്കെ തിന്നിട്ട്? ഇനിയിപ്പോൾ എന്താ ചെയ്യാ? എരുമ രണ്ട് ആട്ടട്ടെ. അങ്ങനെ നടക്കൂല. അതിപ്പോ നടക്കൂല. എരുമ ഞങ്ങളെ പുല്ലൊക്കെ തിന്നാൻ വന്നിട്ട് പറ്റുമോ? എരുമ പോയി. അല്ലെങ്കിൽ ഈ പുല്ലൊക്കെ തിന്നീന്ന്. ഈ പുല്ലൊക്കെ എന്റെ പജ്ജിക്ക് അറിയാനുള്ളതാണ്. എരുമൊക്കെ തിന്നീന്ന്. എരുമ ഇനി പിന്നെ മേടിച്ച് അങ്ങോട്ട് പോയി രസപ്പെട്ട്. അല്ലാ ഇവരെല്ലാരും എടുക്കാണ്. പിന്നെ കളിക്കാൻ കൂട്ടാതെ ഒറ്റക്ക് പോവാണ് ഇവര്. ഇപ്പൊ പുതിയ ചെക്കൻ വന്നിട്ടുണ്ട്. നബിസാത്താന്റെ പേരെക്കുട്ടി അത്ര തടിച്ച ചെക്കൻ. ഇപ്പൊ ഇവർക്കൊന്നും ഇന്ന ഇഷ്ടമല്ല. അവർക്ക് ഇപ്പൊ ആ ചെക്കനെ മതി. അത് കളിച്ചോളി, ഞാൻ പോവുകയാണ്. ബാവാ എന്തൊരു മൂഡൗട്ട്? മൂഡൗട്ടല്ല ബാവാ, ഭയങ്കര വിഷമായി. എന്താ? ഞാനേ എന്റെ ഇപ്പൊ ചെറുപ്പത്തിലൊക്കെ ഉണ്ടായി. ബാവാക്ക് അറിയോ ബദുരുവിനെ? ബദുർ ഇപ്പൊ ഗൾഫിലൊക്കെ പോയല്ലോ. നിങ്ങള് ചെറുപ്പത്തിലൊക്കെ ഒരുമിച്ച് നടന്നില്ലേ? പിന്നെ ഞാനും ബദൂരൊക്കെ ഒപ്പം നടന്നല്ലേ. ബദൂർ ഇപ്പൊ ഗൾഫിൽ പോയി. ഗൾഫിൽ പോയിട്ട് വന്നിട്ട് ഓനെ ഒരാഴ്ച ആയിത്ര വന്നിട്ട്. അപ്പൊ ഞാൻ ഓനെ കണ്ടപ്പോ സന്തോഷത്തോടെ ചെന്ന് പിടിച്ചിട്ടാ. അപ്പൊ ബദൂർ കൈയെടുക്കുക പറഞ്ഞു. അപ്പൊ ഓന്റെ ഒപ്പം കുറച്ച് ചെക്കന്മാരുണ്ട്. അന്നൊന്നും ആ ചെക്കന്മാരും ഓനിന്റെ കമ്പനി ഉണ്ടായിരുന്നില്ല. അന്നൊരു ഇവിടെ അതൊരു തെക്കാടക്കൊക്കെ നടക്കല്ലേ. കമ്പനി ഉണ്ടായിരുന്നു അന്നൊക്കെ. ഓന് ഗൾഫിലൊക്കെ പോയിട്ടാ. ഗൾഫിലൊക്കെ കൊറേ കായൊക്കെ ആയപ്പോ അതൊരു എന്റെ കൂട്ടുകാരൊക്കെ ഏതൊക്കെ എവിടുത്തെ ചെക്കന്മാരാണ് അറിയില്ല. വന്നിക്കെന്ന് പറഞ്ഞിട്ട് ഓര് ചോദിച്ചു ഇത് ഏതാണ് ചെങ്ങായി ചോദിച്ചു. ചെക്കൻ ഏതാ ചോദിച്ചു. അപ്പൊ അതൊരു അടുത്തേക്ക് അറിയാം. ഞാന് കണ്ടിട്ടൊക്കെ ഉണ്ട്, ഞങ്ങളാ ഭാഗത്തുള്ളതാണ്. അങ്ങനെ പറഞ്ഞ അപ്പൊ അവർക്ക് ഭയങ്കര വിഷമായി. അത് പോട്ടെ, ചിലവര് അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെയാണല്ലേ. അല്ല ആൾക്കാരെ മുന്നിൽ തന്നെ അറിയില്ലാന്ന് പറഞ്ഞല്ലേ? അറിയില്ലാന്നല്ല അറിഞ്ഞത്, ഞങ്ങളവിടെ ഉള്ളതാണ്. കൈ എടുക്കാൻ ഒറ്റ ആട്ട്. എന്നിട്ട് ഓരോ കടയിലേക്ക് പോയിട്ടാ. എന്നിട്ട് കടയിൽ പോയിട്ട് ഓരോന്തൊക്കെയോ തിന്നുന്നുണ്ട്. പിന്നെ തന്നില്ല. ആദ്യമൊക്കെ ഞാൻ ചെറുപ്പത്തില് എന്റെ ഉമ്മക്ക് ഐസ് അടിക്കാൻ കഴിയൂട്ടാ. ഞാനൊരു ബദറിനും കൊടുക്കലുണ്ട്. എന്നിട്ട് അങ്ങനെ ജാതിയാക്കിന്നെ ഭയങ്കര വിഷമായി. അതാണ് ഇത്ര വിഷമം. അല്ല അതൊക്കെ പോട്ടെ, അയച്ച് വിഷമിക്കൊന്നും വേണ്ട. ഓനെ പൈസക്കാരനായപ്പോൾ ഇതാവും. ചിലവരെല്ലാരും ഇല്ല, ചിലവര് അങ്ങനെ ഉള്ളു. അല്ല എന്റെ അടുത്ത് ആർക്ക് വിരുന്ന് വന്ന് പറഞ്ഞാലൊക്കെ പോയാ? അങ്ങോട്ട് കൊറേ ആൾക്കാരെ കണ്ട് ബാബാ സഫിയാത്താന്റെ മക്കളൊക്കെ വന്നിന്ന്. സഫിയാത്ത, മൂത്തുമ്മ എല്ലാരും ഉണ്ടായിരുന്നു. അവരൊക്കെ പോയ? എന്നിട്ട് അവരൊക്കെ പോയി. അതിന്റെ പെട്ടെന്ന് പോയി. ഒരുപാട് കല്യാണം ഉണ്ടായിരുന്നു. അതിന്റെ രക്ഷപ്പെട്ട് വള്ളം കളിച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമ്മോട് ആ സമയത്തൊക്കെ വന്ന് എന്റെ ഉമ്മ ഓരോ കണ്ടപ്പാടുണ്ട് പേടിച്ച്. കുഞ്ഞാപ്പോ അതൊക്കെ ആരൊക്കെ വരുന്ന നോക്കടാ പറഞ്ഞ്. ഞാൻ നോക്കുമ്പോ എല്ലാരും കൂടി വന്ന് ഇവിടെ ഇറങ്ങി ഓട്ടോറിക്ഷയിൽ ഇറങ്ങിയിട്ട് വന്ന് എളീമാ എന്താ പാട് പറഞ്ഞിട്ട് സഫിയാത്തോണ്ട് വന്ന്. അപ്പൊ തന്നെ എന്റെ അമ്മാന്റെ വയറാട് കാളി. ഈ ഉച്ചയുടെ സമയത്ത് വന്നിട്ടുണ്ടെങ്കില് എന്തെങ്കിലും തിന്നാൻ വേണ്ടേ? അപ്പൊ ഒരു ഇവിടെ ഒരു കല്യാണ്ടത്ര ഇവിടെ ഇവിടെ കുടുംബല്ല, സഫിയാത്താന്റെ എന്തോ ഒരു കല്യാണത്തിന് വന്നതാണ്. അപ്പൊ എളീമാനൊക്കെ ഒന്ന് കാണാൻ കുഞ്ഞാപ്പൂനെ കാണാണ്ടി വന്നതാണ്. അപ്പൊ നേരം കണ്ട കാരണം എന്റെ അമ്മ ഭയങ്കര സൂത്രക്കാരിയാട്ടാ. കൊറേ ഇങ്ങനെ പീഞ്ഞിട്ട് അതില് കൊച്ച പഞ്ചാര ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കലക്കി കൊടുത്ത്. അതൊക്കെ കുടിച്ചിട്ട് ഒരു കുറച്ചൊക്കെ അവിടെ ഇവിടെ ഒക്കെ നടന്നു അവരാണ്ട് പോയി.
തന്നിട്ടൊന്നും ഇല്ലട്ടാ. നീ തെരിയക്കാരല്ലേ? ഇനിയിപ്പോ പിന്നെ അല്ല മൂത്താപ്പ വരുമ്പോഴല്ലേ തരല്? മൂത്താപ്പൻ തരും. മൂത്തമ്മൊക്കെ തന്നിരുന്നു. നാളെ 5 ഉറുപ്പൊക്കെ തന്നിരുന്നു. പോരൊക്കെ വന്നതല്ലേ. ഞാൻ പോട്ടെ വാവാ. ഇനിയിപ്പോ വിഷമിച്ചിട്ട് നടക്കുന്നല്ല. ഞാനൊരു പയ്യനെ അവിടെ കെട്ടിയിട്ടുണ്ടാവും. നോക്കും വേണോ, പുല്ലിയരിയും വേണം. അല്ല പയ്യനിപ്പോ രാവിലെ തന്നെ കൊണ്ടേ കെട്ടിക്കണ? ഞാൻ പോട്ടെന്നാ പോവാണ്. ഇനിയിപ്പോ എപ്പോഴാ കാണന്നെ? ഞാൻ അവിടെ നാട് വിട്ട് പോണൊന്നുമില്ല. എപ്പോഴും ഇങ്ങനെ പിന്നാലെ നടന്നോ? ഞാനും പിന്നാലെ നടക്കില്ല. ഞാനാണ് വടക്കാക്കൻ. ചിലവര് ചിലവര് പറയാ ബാവാൻ എങ്ങനൊന്നും പറയാൻ പാടില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞില്ലല്ലോ. എപ്പോഴും എന്നെ ഞാൻ നല്ലപോലെ അല്ലേ പറയുന്നത്. അത് ശരിയാണ്. എന്നോട് നല്ലപോലെ പറയും. മറ്റാൾക്കാരോട് എങ്ങനെ പറയാൻ അറിയില്ലല്ലോ. അല്ല എന്നോട് നല്ല പോലെ തന്നെയല്ലേ പറഞ്ഞത്? എന്നോട് നല്ലപോലെ തന്നെയാണ് പറഞ്ഞത്. അമ്മ എപ്പോഴും പറയണ്ടല്ലോ എന്നെ പറ്റി നല്ലത്. അത് മതി. എന്നാ പോയിക്കോ.